പ്രവാസികളായ ഭാരതീയർക്ക് പുതിയ പ്രത്യക്ഷ നികുതി കോഡിനെപ്പറ്റി പരക്കെ ആശങ്കയുണ്ട്. അത് വെളിവാക്കുന്ന ഒരു ചോദ്യമാണ് ടിഷി തോമസ് അയച്ചിരിക്കുന്നത്. വർഷത്തിൽ 60 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുന്ന NRIകളെ പുതിയ ടാക്സ് കോഡ് എങ്ങനെ ബാധിക്കും? പുറത്തുള്ള എണ്ണപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഒരു മാസം ജോലിയെടുത്താൽ ഒരു മാസം വെക്കേഷൻ എന്ന കണക്കിൽ ഇന്ത്യയിലെത്തുന്നുണ്ട്. ഗൾഫ് മേഖല കൂടാതെ ആഫ്രിക്ക, യൂറോപ്പ്, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലാണ് ഇവരിൽ കൂടുതൽ പേരും പണിയെടുക്കുന്നത്. ഇവരെ നികുതിയിൽ നിന്നും രക്ഷിക്കാൻ എന്താണ് മാർഗം? 1/4/2012 മുതൽ ഇപ്പോഴുള്ള പ്രത്യക്ഷ നികുതി കോഡ് അതേപടി നിയമമായാൽ വെക്കേഷന് വന്ന് 59 ദിവസം തങ്ങിയാൽ മിക്കവരും റെസിഡൻ്റായി തീരുകയും ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം പുറത്തുള്ള വരുമാനത്തിനും ഇവിടെ നികുതി നൽകേണ്ടി വരികയും ചെയ്യും. എന്നാൽ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള മിക്കവാറും രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് കരാറുകൾ ഉള്ളതിനാൽ രണ്ടിടത്തും നികുതി നൽകേണ്ടി വരില്ല. ഏത് രാജ്യത്തെ നിരക്കാണ് അനുകൂലം ആ രാജ്യത്തെ നിരക്കിൽ നികുതി നൽകിയാൽ ഒട്ടേറെ ആശ്വാസം ലഭിക്കും. മിക്കവാറും ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ആദായ നികുതി ഇല്ലാത്തതിനാൽ ഇവരെ ആയിരിക്കും നിർദ്ദിഷ്ട നിയമം പ്രതികൂലമായി ബാധിക്കുക. സമാനമായ ചോദ്യം ശ്രീ രാജേഷും അയച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയായും കൂടെ ഇത് കണക്കാക്കണം. വിദേശത്തു നിന്നും ലഭിക്കുന്ന പെൻഷൻ വരുമാനത്തിൻ്റെ നികുതി ബാധ്യതയെപ്പറ്റിയാണ് ശ്രീ മാത്യു കൊല്ലമന ചോദിക്കുന്നത്. വിദേശത്തു നിന്നും അദ്ദേഹത്തിന് 65 വയസ്സുള്ള അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നികുതി നൽകണോ? എന്താണ് ലഭ്യമായ ഇളവുകളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ റെസിഡൻറ്റ് ആയതിനാൽ വിദേശത്തു നിന്നുള്ള വരുമാനവും ഇവിടെ നികുതി വിധേയം തന്നെയാണ്. എന്നാൽ വിദേശത്ത് നികുതി ഈ പെൻഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ഡബിൾ ടാക്സേഷൻ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇളവ് കിട്ടും. വിദേശത്തു നിന്നുള്ള പെൻഷന് മാത്രമായി പ്രത്യേകമായി ഇളവുകളൊന്നുമില്ല. മുതിർന്ന പൗരന്മാർക്ക് ലഭ്യമായ 2,40,000 രൂപ ഇപ്പോഴുള്ള അടിസ്ഥാന ഒഴിവ് താങ്കൾക്കും ലഭ്യമാണ്. ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളിൽ പണം മുടക്കിയ ശേഷം അവയിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന തുകകൾക്ക് നികുതി ബാധ്യതയുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. അതുപോലെ ഒരു ചോദ്യമാണ് ശ്രീ അബൂബക്കർ സിദ്ദീഖ് അയച്ചിരിക്കുന്നത്. 3 വാർഷിക തവണകളായി 6 ലക്ഷം രൂപ HDFCയുടെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ നിക്ഷേപം നടത്തി. ഇപ്പോൾ 3 വർഷം പൂർത്തിയാകുമ്പോൾ 7,20,000 രൂപയോളം ലഭിക്കും. നികുതി ബാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും തിരികെ ലഭിക്കുന്ന ബോണസ് അടക്കമുള്ള തുകകൾ വകുപ്പ് 10 അതിൻ്റെ ഉപവകുപ്പ് 10D പ്രകാരം നികുതി വിമുക്തമാണ്. എന്നാൽ മൊത്തം ഇൻഷുറൻസ് തുകയുടെ ക്യാപിറ്റൽ അഷ്വേർഡ് തുകയുടെ 20% കൂടുതൽ തുക ഏതെങ്കിലും വർഷം പ്രീമിയമായി അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒഴിവ് ലഭ്യമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കള്ളപ്പണം കൊടികുത്തി വാഴുന്ന ഒരു മേഖലയാണ് നമ്മുടെ സിനിമാ രംഗം എന്നതിനെപ്പറ്റി ആർക്കും സംശയമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് സംബന്ധിച്ച് രസകരമായൊരു ചോദ്യമാണ് ശ്രീ ബിനു റാന്നിയിൽ നിന്ന് ചോദിക്കുന്നത്. ഒരു സിനിമാ താരം 37 കോടി രൂപ ആദായ നികുതിയായി അടച്ചു എന്ന് പത്രത്തിൽ നിന്ന് വായിച്ചു. എന്തായിരിക്കും ഈ താരത്തിൻ്റെ വരുമാനം? ഒരു 65 വയസ്സ് തികയാത്ത പുരുഷനാണ് താരം എന്ന് അനുമാനിച്ചാൽ വരുമാനം 121 കോടി രൂപയോളം വരും. അപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. താരങ്ങളും നികുതി ഒരുവിധം നന്നായി നൽകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യമാണ്. അടുത്ത ചോദ്യം ശ്രീ ഗായത്രിയുടേതാണ്. കേന്ദ്ര സർക്കാരിൽ ഓഫീസറായി ജോലി നോക്കുന്നു. നികുതി വിധേയമായ ശമ്പള വരുമാനം 7 ലക്ഷം രൂപയോളം വരും. കൂടാതെ കേരളത്തിൽ നിന്നും റബ്ബർ കൃഷിയിൽ നിന്നുള്ള വരുമാനമായി 2 ലക്ഷം രൂപയും കൂടി ലഭിക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ആദായ നികുതി നൽകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിന്മേൽ നികുതി ചുമത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലാത്തതിനാൽ നേരിട്ട് ആദായ നികുതി ബാധ്യതയില്ല. എന്നാൽ ഈ വരുമാനവും ചേർത്ത തുകയിന്മേൽ നികുതി കണക്കാക്കിയ ശേഷം കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൽ ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്ക്, അതായത് 10% നിരക്കിൽ ഒരു റിബേറ്റ് കുറച്ച്
ബാക്കി നികുതി നൽകേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് മൊത്തം 9 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ ശമ്പളം, 2 ലക്ഷം രൂപ കൃഷി വരുമാനം കൂടെ കൂട്ടിയാൽ 9 ലക്ഷത്തിന് മൊത്തം 1,21,000 രൂപ നികുതി ബാധ്യത വരും. 2 ലക്ഷത്തിന്, അതായത് കാർഷിക വരുമാനത്തിന് കുറഞ്ഞ നിരക്കിൽ 10% നിരക്കിൽ 20,000 രൂപ റിബേറ്റായിട്ട് ലഭിക്കും. ബാക്കി 1,01,000 രൂപ ഇങ്ങനെ 1,000 രൂപ നൽകേണ്ടി വരും. ഇങ്ങനെ കാർഷിക വരുമാനം അഗ്രിഗേറ്റ് ചെയ്യാതിരുന്നെങ്കിൽ നൽകേണ്ടി വരുന്ന തുക 71,000 രൂപ മാത്രമായിരിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും നിയമപ്രകാരം ഓഡിറ്റ് നിർബന്ധമുള്ള നികുതിദായകർ ഈ വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ വരുന്ന 30-ാം തീയതിയാണ്, സെപ്റ്റംബർ 30-ാം തീയതിയാണ്. കൂടാതെ 40 ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവറുള്ള ബിസിനസ്സുകാരോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയിൽ മൊത്ത വരുമാനമുള്ള പ്രൊഫഷണലുകളോ തങ്ങളുടെ കണക്ക് പുസ്തകങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് വാങ്ങി വെക്കാനുള്ള അവസാന തീയതിയും 30 സെപ്റ്റംബർ തന്നെയാണ്. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷ നൽകേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, മനോരമ ബിസിനസ് വീക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. പിൻകോഡ് 688-534. മനോരമ ന്യൂസിൽ അല്പസമയത്തിനകം വാർത്തകൾ തുടരും. The famous gateway of India. Following one of Mumbai's oldest colleges. Following, and this is the fame. 23 kmpl, India's most fuel-efficient sedan, the all-new Indigo ECS. ഇന്നത്തെ ടാർഗറ്റ് മിഷൻ സുരക്ഷ. ഇന്ന് തന്നെ നിങ്ങളുടെ ബിൽഡറോട് പറഞ്ഞ് ഫിനോലെക്സ് സുരക്ഷയ്ക്ക് വഴിയൊരുക്കൂ. ലക്ഷ്മി all A+. എന്താ ചെയ്യാ, എന്റെ പഠിപ്പിന്റെ മാജിക് അവരും മനസ്സിലാക്കി. പഠിപ്പുര പഠനത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കാൻ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മലയാള മനോരമ ദിനപത്രത്തോടൊപ്പം. പ്രകാശമാണ് CG, ഉന്നതിയാണ് CG, ആനന്ദമാണ് CG, ആശ്വാസമാണ് CG, ഭാവിയാണ് CG. CGയിലുണ്ട് ജീവിതത്തിലെ ഓരോ കാര്യത്തിനും പരിഹാരം. അതുകൊണ്ട് CGയിലൂടെ തന്നെയാണ് ജീവിതം. തെങ്ങും നെല്ലും സുഗന്ധവിളകളും ആടുമാടുകളും ഐശ്വര്യം നിറയ്ക്കുന്ന ഈ തോട്ടത്തിന്റെ പേരെന്തെന്നോ? നമ്മുടെ കേരളം. ഇവിടെ 100 മീനി വിജയത്തിന്റെ വഴിയെന്തെന്നോ? കർഷകശ്രീ. നാടിനെ പച്ചപ്പട്ടണിയിക്കുന്ന ഹരിതശ്രീ. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും. മനോരമ ബിസിനസ് വീക്ക് brought to you by ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസ്. in association with നിങ്ങളുടെ ശീലങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ടോർച്ച്, ബ്രൈറ്റ് ലൈറ്റ്, വിരൽ തുമ്പിലെ സൂര്യൻ. പൗരുഷത്തിന് ഉദയം, മുണ്ടുകളും ഷർട്ടുകളും. ടൊയോട്ട എന്നാൽ വിശ്വാസം. തൂവെള്ള പുതപ്പിച്ച് ഒരാധുനിക വീട്. വീട് ഇന്നു രാത്രി 8:30. brought to you by Marma Italia, Farrokh, Calicut, South India's biggest Italian marble showroom. in association with Sunidra Mattress, നന്നായി ഉറങ്ങൂ, നല്ലവണ്ണം ചിന്തിക്കൂ. Roka, the leading global bathroom brand. Strong and long-lasting, 100% leak-proof, United Septic Tanks. മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന മുജീബിന്റെ രഹസ്യങ്ങൾ. ആലപ്പുഴയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ പിതാവിനെ പ്രേരിപ്പിച്ചത് ആര്?
വിറ്റ്നസ് ഇന്ന് രാത്രി 11-ന്. Brought to you in association with VKC, my confidence. VKC Pride. നിസാൻ മൈക്രയിൽ നെല്ലിയാമ്പതിയിലേക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ്.